ദ്വീപ് കണ്ടു. പിന്നീട് വേമ്പനാട് കായലിലൂടെ ഇപ്പോൾ പുന്നമടക്കായലിലൂടെ വീണ്ടും നമ്മൾ ആലപ്പുഴയിലേക്ക് എത്തിച്ചേരുകയാണ്. പ്രിയപ്പെട്ടവരെ, രാവിലെ 10 മണിക്ക് നമ്മൾ തീർത്തും അപരിചിതരായി ഈ ബോട്ടിൽ ഒത്തുകൂടിയ നമ്മൾ ഇത്രയും പേർ ഒരുമിച്ച് ഈ 8 മണിക്കൂർ സമയത്തിനുള്ളിൽ ഒരുമിച്ച് പാട്ടുപാടി, ഒരുമിച്ച് ഡാൻസ് ചെയ്തു, ഒരുമിച്ച് കൈയടിച്ചു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ യാത്ര ഇഷ്ടപ്പെട്ടോ? നല്ല ഉഷാറായിട്ടൊരു കൈയടി. താങ്ക് യു പ്രിയപ്പെട്ടവരെ. നിങ്ങളോട് നന്ദി പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം 2000-ഓളം ഹൗസ് ബോട്ടുകളാണ് സ്വകാര്യ മേഖലയിൽ ആലപ്പുഴയിൽ ഈ കായൽ ടൂറിസത്തിന്റെ ഭാഗമായി സർവീസ് നടത്തുന്നത്. 2000-ഓളം ഹൗസ് ബോട്ടുകൾ. മറിച്ച് സർക്കാർ മേഖലയിൽ, ഗവൺമെന്റ് സെക്ടറിൽ വെറും 3 ബോട്ടുകൾ മാത്രമാണ്. സംസ്ഥാന സർക്കാരിന് കീഴിൽ സംസ്ഥാന ജലഗതാഗത വകുപ്പ്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് അതാണ്, സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് കേരള. KSRTC അല്ല, കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അല്ല, TDC അല്ല, DTPC ഒന്നുമല്ല, കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വെറും 3 ബോട്ടുകൾ മാത്രമാണ് സർവീസ്. ഒന്ന് ഈ ഇന്ദ്ര എന്ന പേരുള്ള ബോട്ട്, മറ്റൊരു ബോട്ട് വേഗ 2 എന്ന പേരുള്ള ബോട്ട്, മറ്റൊരു ബോട്ട് സീ കുട്ടനാട് എന്ന പേരുള്ള ബോട്ട്. ഈ 3 ബോട്ടുകളാണ് ഞങ്ങളുടെ ബോട്ടുകൾ ടൂറിസം മേഖലയിൽ. ഒരു ഭാഗത്തപ്പോൾ 2000 ബോട്ടുകൾ, മറുഭാഗത്ത് വെറും 3 ബോട്ടുകൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു അവധി ദിനം കണ്ടെത്തി ആലപ്പുഴയിലേക്ക് എത്തി ഈ കായൽ കാഴ്ചകൾ കാണുവാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങൾ ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന 2000 ബോട്ടുകളെയും ഒഴിവാക്കി മറുഭാഗത്തുള്ള ഈ 3 ബോട്ടുകളിൽ നിന്നും ഇന്ദ്ര എന്ന പേരുള്ള ഈ ബോട്ട് തിരഞ്ഞെടുക്കുവാൻ, ഈ കുട്ടനാടൻ സഫാരി എന്ന ട്രിപ്പ് തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾ കാണിച്ച നിങ്ങളുടെ ആ വലിയ മനസ്സിന് സംസ്ഥാന സർക്കാരിന്റെ പേരിൽ, കേരള സർക്കാരിന്റെ പേരിൽ, സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ പേരിൽ, ഞങ്ങൾ ജീവനക്കാരുടെ പേരുള്ള ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള സ്നേഹപൂർണമായ നന്ദി ഏറെ ആദരവോടുകൂടി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഞങ്ങൾ 2020-ലാണ് ഈ ടൂറിസം സർവീസുകൾ ആരംഭിക്കുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരസ്യങ്ങളൊന്നുമില്ല ഈ ട്രിപ്പിന്. പക്ഷേ 2020-ൽ ആരംഭിച്ച, ഇപ്പോൾ ഈ ബോട്ട് ഈ മാസം ലോഞ്ച് ചെയ്തേ ഉള്ളൂ. ബട്ട് 2 ബോട്ടുകൾ വേറെയുണ്ട്. വേഗ 2 സീ കുട്ടനാട് 2020-ലാണ് സർവീസ് ആരംഭിക്കുന്നത്. ഈ 26 വരെ 6 വർഷക്കാലം ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ ദിവസവും നിറയെ യാത്രികരുമായി. ഇപ്പോൾ ഈ സമ്മർ വെക്കേഷൻ കാലം എല്ലാ ദിവസവും മെയ് അവസാനം വരെ ത്രൂ ഔട്ട് ഫുൾ ബുക്കിംഗ് ആണ് ബോട്ട്. ഞങ്ങൾക്ക് നിറയെ യാത്രികരുമായി ദിവസേന സഞ്ചരിക്കുവാൻ കഴിയുന്നുണ്ട്. അത് സാധ്യമായത് ഇന്നലെ വരെ ഈ ബോട്ടിൽ യാത്ര ചെയ്തിറങ്ങിപ്പോയ നിങ്ങളെപ്പോലുള്ള നല്ലവരായ യാത്രികർ നൽകിയ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. അവർ നൽകിയ പിന്തുണ, അവർ നൽകിയ മൗത്ത് പബ്ലിസിറ്റി ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ വിജയം സാധ്യമായത്. ഇപ്പോൾ ഈ വേഗ 2 എന്ന പേരുള്ള ഞങ്ങളുടെ ആലപ്പുഴയിൽ ആദ്യമായി ഇറങ്ങിയ വേഗ 2 ബോട്ടിന്റെ കാര്യം തന്നെ പരാമർശിച്ചാൽ, 2020-ൽ ആ ബോട്ട് നിർമ്മിക്കുമ്പോൾ 1,90,00,000 രൂപയായിരുന്നു അതിന്റെ നിർമ്മാണ ചെലവ്. ഇവിടെ ആലപ്പുഴയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ 1,90,00,000 രൂപയായിരുന്നു അതിന്റെ നിർമ്മാണ ചെലവ്. അന്ന് അത്രയും പണം മുടക്കി ആ ബോട്ട് നിർമ്മിച്ചതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തലവൻ ആദരണീയനായ ഷാജി വി നായർ IAS അവർകളടക്കം ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. പക്ഷേ ആ വിമർശനങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഏറെ അഭിമാനത്തോടു കൂടി ഷെയർ ചെയ്യുന്നു. ഈ 2026 ഏറ്റവും അവസാന കണക്ക് സംസ്ഥാന ട്രഷറിയിൽ നിന്നും ഏറ്റവും അവസാന കണക്ക് വരുമ്പോൾ 2020-ൽ 1,90,00,000 രൂപയ്ക്ക് നിർമ്മാണ ചെലവുണ്ടായിരുന്ന ആ ബോട്ടിൽ നിന്ന്, ഒരു ബോട്ട് വേഗ 2 എന്ന ബോട്ടിൽ നിന്ന് മാത്രം 9 കോടി രൂപയ്ക്ക് മുകളിൽ സംസ്ഥാന ട്രഷറിയിലേക്ക് തിരിച്ചടച്ച ഒരു വിജയത്തിന്റെ കഥ ഞങ്ങൾക്കുണ്ട്. അത് സാധ്യമായത് പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോലുള്ള നല്ലവരായ യാത്രികർ നൽകിയ കലവറയില്ലാത്ത നിർലോഭമായ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളോടും അഭ്യർത്ഥിക്കുവാനുള്ളത് അത് മാത്രമാണ്. ഇപ്പോൾ നവമാധ്യമ കാലമാണ്, സോഷ്യൽ മീഡിയ കാലമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ, അതിപ്പോൾ ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ് ഒക്കെ ആയാലും, നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് എല്ലാവർക്കും, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും ഈ യാത്രയൊന്ന് സജസ്റ്റ് ചെയ്യണമെന്ന് ഏറെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യില്ലേ?
താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അവസാന ഭാഗത്തിൽ നമ്മുടെ ജീവനക്കാരെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അതൊരു അനിവാര്യത കൂടിയാണ്. നമ്മളെ ഈ മനോഹരമായ കായൽ കാഴ്ചകൾ കാണിക്കുവാൻ നമുക്ക് കായൽ യാത്രയുടെ ടെൻഷനുകളൊന്നും അറിയിക്കാതെ, ഇപ്പോൾ നമ്മൾ കായലിൽ ഇങ്ങോട്ട് പോകുന്നപ്പോൾ തന്നെ ചെറിയ രീതിയിൽ കാറ്റും കോളും ഒക്കെ എടുത്തു, അതിന്റെ ഒന്നും യാതൊരുവിധ അലച്ചിലുകളും ഒരു ടെൻഷനുകളും അറിയിക്കാതെ നമ്മളെ ഏറെ സുരക്ഷിതത്തോടുകൂടി ആലപ്പുഴയിലേക്ക് തിരിച്ചിറക്കുവാൻ ഇതിന്റെ പിന്നിൽ കഠിനാധ്വാനം, അന്തർദേശീയ മത്സരങ്ങളിൽ ഉൾപ്പെടെ വിജയിക്കുക വഴി ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് കേന്ദ്ര സർക്കാർ സർവീസിലും സംസ്ഥാന സർക്കാർ സർവീസിലും ഒക്കെ ജോലി ലഭ്യമാവുക വഴി അവർക്ക് സുരക്ഷിതമായ ഒരു ജീവിതമാർഗം നേടിക്കൊടുക്കുവാൻ കഴിഞ്ഞ ഒരു മഹത്തായ കേന്ദ്ര സർക്കാർ സ്ഥാപനം സായി കേന്ദ്രം പുന്നമടയാറിന്റെ തീരത്ത് പകിട്ടോടെ തലയുയർത്തി നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാട്ടർ സ്പോർട്സ് ട്രെയിനിങ് സെന്ററാണ് ബോട്ടിന്റെ ഇടത് ഭാഗത്ത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുവാനാവുന്നത്. നമ്മളിപ്പോൾ വിശാലമായ വേമ്പനാട് കായലിനോട് വിട പറഞ്ഞ് ഇന്നത്തെ യാത്രയിൽ പുന്നമട കായലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഏകദേശം ഒരു 20 മിനിറ്റിനുള്ളിൽ നമ്മൾ ആലപ്പുഴയിലേക്ക് എത്തിച്ചേരും. നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. സോ നമ്മൾ രാവിലെ 10 മണിക്ക് ഒത്തുകൂടിയ യാത്രികരാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ, സംസ്ഥാനത്തിന് പുറത്തു നിന്നായി നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള ജലാശയങ്ങളിൽ നിന്നും ഇന്നും കത്തിക്കരിഞ്ഞ വൻ വൃക്ഷങ്ങളുടെ അവശിഷ്ടങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇത്തരം വൃക്ഷാവശിഷ്ടങ്ങൾക്ക് കാണ്ടാമരം എന്നാണ് പ്രാദേശികമായി അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കുട്ടനാട്ടിലെ പല പ്രദേശങ്ങളുടെയും പ്രാദേശികമായ നാമം കരി എന്ന പേരിലാണ് അവസാനിക്കുന്നത്. രാമങ്കരി, ചേന്നങ്കരി, കുമരങ്കരി, കുന്നങ്കരി, കൈനകരി, ഇത്രക്കരി, നൃത്യാകരി, കണ്ടങ്കരി, അങ്ങനെ ഏകദേശം 62ഓളം പ്രദേശങ്ങളുടെ പേരാണ് കുട്ടനാട്. പ്രിയങ്കരായ സഞ്ചാരികളെ, കേരള വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കുട്ടനാട് സഫാരി ടൂറിസം പ്രോഗ്രാമിൽ അതിഥികളായെത്തിയ പ്രിയങ്ക
இங்க பாரு இங்க பாரு அவ்வளவுதான்
അനിവാര്യത കൂടിയാണ്, പിരിഞ്ഞു പോയേ പറ്റൂ. സോ നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് പിരിയാം. ചെറിയൊരു ഫെയർവെൽ പാർട്ടി. ഇത് തന്നെ പാട്ട് തന്നെ ഒരു പാട്ട് കൂടി പാടും. അപ്പൊ പാട്ടിനൊപ്പം ചുമ്മാ ഇത്രയും നേരം സീറ്റിൽ ഇരുന്ന പോലെ ചുമ്മാ ഇരുന്നാ പോരാ. ലാസ്റ്റ് പാട്ടാണ്. Hey,
ചാലക്കുടിച്ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനത്തിലുള്ള വികാരി കണ്ടീന ചെമ്മല്ലിക്കാരി മിച്ച മീനേ ரொம்ப சந்தோஷமா இருந்துச்சு. போன ஒவ்வொரு லீவ் எங்களுக்கு தெரியும் இல்லையா, சம்மர் லீவ் தான் நாங்க வெளியே போவோம். உங்களுக்கு தெரியும் 2 குழந்தை 3 குழந்தை வச்சு நீங்க எப்படி கஷ்டப்படுறீங்கன்னு உங்களுக்கு தெரியும். நாங்க 40 குழந்தை 50 குழந்தை வச்சு கஷ்டப்பட்டுட்டு எப்ப லீவ் வரும் அப்படின்னு பார்த்துட்டு விட்டா போறோம். 25க்கு நாங்க 3 மாசம் முன்னாடியே புக் பண்ணிட்டோம். பிளைட்ல தான் வந்தோம். 5 பேர் டீச்சர். எங்க HM இவர் தான் எல்லாரும் கூட்டாங்க. வழக்கமா கூட்டு போவாரு. அங்க ஸ்கூல்ல இருக்கிறவருக்கு எங்களுக்கு டென்ஷன் கொடுப்பாரு. இங்க வந்து அவர் தான் லீவ்ல எங்க கூட்டாந்து எங்களுக்கு டென்ஷன் ரிலாக்ஸ் பண்ணுவாரு. நாங்க ரொம்ப சந்தோஷமா இருக்கிறோம். இந்த குறுக்க நான் ஆடி தொந்தரவு பண்ணிருப்பேன். நான் எங்க போனாலும் ஆடுவேன். இருக்கிற வரைக்கும் ஆடுவேன். தெரிஞ்ச வரைக்கும் ஆடுவேன். அதை பார்த்ததுக்கும் கை தண்ணிக்கும் ரொம்ப நன்றி.